Hi students, welcome to Beauty of Max. സെമസ്റ്റർ 5ൻ്റെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അഡ്മിഷൻ എടുക്കാനുള്ളവർ എത്രയും പെട്ടെന്ന് ഇന്ന് മുതൽ തന്നെ അഡ്മിഷൻ എടുത്ത് തുടങ്ങേണ്ടതാണ്. സെമസ്റ്റർ 5ൽ പ്രധാനമായിട്ടും നമുക്ക് 6 പേപ്പേഴ്സാണ് പഠിക്കാനുള്ളത്. അതിൽ 5 പേപ്പർ മാത്സിൻ്റെ പേപ്പറാണ്. ഈ 5 പേപ്പറുകളുടെ ക്ലാസ്സാണ് നമ്മുടെ ബ്യൂട്ടി ഓഫ് മാത്സിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. പ്രധാനപ്പെട്ട പേപ്പറുകൾ 5 എണ്ണം ഏതൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് പരിചയപ്പെടാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് റിയൽ അനാലിസിസ് 1, സെക്കൻഡ് വൺ കോംപ്ലക്സ് അനാലിസിസ് 1. ഈ 1 എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ കണ്ടിന്യൂഷൻ 2 എന്ന് പറയുന്ന പേപ്പർ അടുത്ത സെമ്മിലും പഠിക്കാനുണ്ട്. ഓക്കെ. തേർഡ് പേപ്പർ എന്ന് പറയുന്നത് അബ്സ്ട്രാക്റ്റ് ഓൾജിബ്ര, ഗ്രൂപ്പ് തിയറി. ഫോർത്ത് വൺ എന്ന് പറയുന്നത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആൻഡ് ഫിഫ്ത്ത് വൺ ലീനിയർ ആൾജിബ്ര. ഇങ്ങനെ 5 പേപ്പേഴ്സാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. 5 പേപ്പേഴ്സും വളരെ കാര്യമായിട്ട് തന്നെ പഠിക്കാനുണ്ട്. കാര്യം S4 വരെ പഠിച്ചതുപോലെ അല്ല S5 നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അല്പം ബുദ്ധിമുട്ടായിരിക്കും. അത് തുടക്കം തൊട്ട് കൃത്യമായി പഠിച്ചു പോയില്ല എന്നുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അത് നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ കോളേജിൽ ക്ലാസ് തുടങ്ങുമ്പോഴത്തേക്ക് എന്താണ് സംഗതി എന്നുള്ളത് ഐഡിയ പിടികിട്ടും. ഓക്കെ. പഠിക്കാതെ വേറെ നിവൃത്തിയില്ല എന്ന് മനസ്സിലാവും. അതുകൊണ്ട് കാര്യമായിട്ട് വർക്ക് ചെയ്തേ പറ്റും. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ 5 സബ്ജക്റ്റുകളിൽ 4 സബ്ജക്റ്റുകളാണ് ഞാൻ എടുക്കുന്നത്. ഒരു സബ്ജക്റ്റ് ഒരു ടീച്ചറാണ് ക്ലാസ് എടുക്കുന്നത്. അത് നമുക്ക് സ്ഥിരമായിട്ട് എല്ലാ വർഷങ്ങളിലും ടീച്ചർ തന്നെയാണ് ആ പേപ്പർ കൈകാര്യം ചെയ്യുന്നത്. റിയൽ അനാലിസിസ് ആണ് ടീച്ചർ കൈകാര്യം ചെയ്യുന്ന പേപ്പർ എന്ന് പറയുന്നത്. ആ റിയൽ അനാലിസിസിൻ്റെ ക്ലാസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് കംപ്ലീറ്റ് ഗൂഗിൾ മീറ്റ് വഴിയായിരിക്കും. ലൈവ് ക്ലാസ് ആയിരിക്കും, പ്ലസ് റെക്കോർഡഡ് ആയിരിക്കും. ഓക്കെ. നിങ്ങൾക്ക് ഗൂഗിൾ മീറ്റ് വഴി എടുക്കുന്ന ക്ലാസ്സാണ്. ഗൂഗിൾ മീറ്റാണ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്ന ലൈവ് എടുക്കുന്നത്. ആ ലൈവ് ക്ലാസ്സും നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ അതിൻ്റെ റെക്കോർഡഡ് ക്ലാസ്സും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. 2 ഫോർമാറ്റിൽ നിങ്ങൾക്ക് ക്ലാസ് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ. ബാക്കിയുള്ള 4 സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഞാനാണ് ക്ലാസ് എടുക്കുന്നത്. ആ 4 സബ്ജക്റ്റും കംപ്ലീറ്റ് വീഡിയോ റെക്കോർഡഡ് ഫോർമാറ്റിലായിരിക്കും നിങ്ങൾക്ക് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഗൂഗിൾ ക്ലാസ് റൂമിലായിരിക്കും ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നത്. ഓക്കെ. ഇനി ഇവയുടെ ഫീസ് സ്ട്രക്ചേഴ്സ് പറയാം. അതുപോലെ തന്നെ മറ്റൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത് ഈ 5 സബ്ജക്റ്റുകളിൽ ഞാൻ എടുക്കുന്ന 4 സബ്ജക്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ ഞാൻ എടുക്കുന്ന 2 സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് കംപ്ലീറ്റ് ഫ്രീ ആണ്. പ്രത്യേകിച്ച് ഫീസ് ഒന്നും തന്നെ അടയ്ക്കേണ്ടതില്ല. അബ്സ്ട്രാക്റ്റ് ഓൾജിബ്ര അതുപോലെ തന്നെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ഈ 2 സബ്ജക്റ്റുകൾ കംപ്ലീറ്റ് ഫ്രീ ആണ്. ഓക്കെ. ഫീസിൻ്റെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. തുടക്കം മുതലേ ആദ്യത്തെ സെമസ്റ്റർ തൊട്ടേ ഞാൻ ഫീസ് മേടിക്കുന്നത് എത്രയാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. കാര്യം മിക്കുള്ള ഒരുവിധം കുട്ടികളൊക്കെ എൻ്റെ അടുത്ത് അഡ്മിഷൻ എടുത്തിട്ടുള്ള കുട്ടികളാണ്. അന്നേരം 1500 ഫീസ്. തുടക്കം തൊട്ടേയുള്ള ഫീസ് സെയിം തന്നെയാണ്. അതിൽ കൂടുതലുമില്ല കുറവുമില്ല. ഓക്കെ. അന്നേരം ഇതാണ് നമ്മുടെ ഫീസ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഈ ഫീ എന്ന് പറയുന്നത് ഒരു സെമസ്റ്ററിലുള്ള ആ ഒരു പേപ്പറിൻ്റെ കംപ്ലീറ്റ് ഫീ ആണ്. മന്ത്ലി ഫീ അല്ല. ആ ഒരു സെമ്മിലെ കംപ്ലീറ്റ് ഫീ ആണ്. ഓക്കെ. ഓരോ പേപ്പറിൻ്റെ. ഓക്കെ. അത് പ്രത്യേകം ഒന്ന് ഓർക്കുക. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഫ്രീ സബ്ജക്റ്റുകൾ അത് ആർക്ക് വേണമെങ്കിലും അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ചില ആൾക്കാർ മെസ്സേജ് അയക്കാറുണ്ട് ഫ്രീ ക്ലാസ് മാത്രം കിട്ടുമെന്ന് ചോദിച്ച്. നോ പ്രോബ്ലം. ഫ്രീ ക്ലാസ് മാത്രമായിട്ട് വേണമെങ്കിലും ജോയിൻ ചെയ്യാം. അതിന് പ്രശ്നമൊന്നുമില്ല. അങ്ങനെയൊന്നുമില്ല. ഈ പെയ്ഡ് ക്ലാസ് എടുക്കുന്നവർക്ക് മാത്രമേ ഫ്രീ ക്ലാസ് പ്രൊവൈഡ് ചെയ്യൂ, അങ്ങനെയൊന്നുമില്ല. ഓക്കെ. ആർക്ക് വേണമെങ്കിലും ജോയിൻ ചെയ്യാവുന്നതാണ്. ആർക്ക് വേണമെങ്കിലും പഠിക്കാവുന്നതാണ്. ഓക്കെ. ഇനി ഈ ക്ലാസ്സുകൾ ഫ്രീ ക്ലാസ്സുകളായ അബ്സ്ട്രാക്റ്റും ഡിഫറൻഷ്യലും ഞാൻ കംപ്ലീറ്റ് ക്ലാസ്സുകളും അപ്ലോഡ് ചെയ്യുന്നത് യൂട്യൂബിൽ തന്നെയാണെങ്കിലും യൂട്യൂബിലില്ലാത്ത ക്ലാസ്സുകളും ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ക്ലാസ്സുകൾ കറക്റ്റ് ഓർഡറിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് ടെലഗ്രാമിലായിരിക്കും. ഓക്കെ. ഒരു ടെലഗ്രാം ഉണ്ടായിരിക്കും. അബ്സ്ട്രാക്റ്റ് ഓൾജിബ്ര ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞ് 2 ടെലഗ്രാം ചാനലുകളുണ്ടായിരിക്കും. അതിനകത്തായിരിക്കും ഞാൻ ഈ കറക്റ്റ് ഓർഡറിൽ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നത്. ആ കറക്റ്റ് ഓർഡറിൽ തന്നെ നിങ്ങൾ പഠിച്ചു പോവുക. ഞാൻ അതിനകത്ത് കുറേ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തരും ഓരോ വീഡിയോയുടെയും. ചിലപ്പോൾ ചില വീഡിയോയ്ക്കകത്ത് ഇന്ന കാര്യം പഠിക്കേണ്ടതായിട്ട് വരില്ല. ഓക്കെ. ചിലപ്പം ഇന്ന പ്രൂഫ് വേണ്ട, ചിലത് നമുക്ക് സിലബസിൽ ചില പ്രൂഫുകൾ വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഒഴിവാക്കും. ഓക്കെ. അത്തരത്തിലുള്ള കാര്യങ്ങൾ ഞാൻ അതിനകത്ത് വോയിസ് മെസ്സേജോ അല്ലെങ്കിൽ ടൈപ്പ് ചെയ്തോ ഇടും. അന്നേരം ആ കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ചോണം. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പഠിച്ചു വെക്കരുത് വെറുതെ. ഓക്കെ. അന്നേരം ഇത്തരത്തിൽ ഓർഡറിലായിരിക്കും ഞാൻ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നത്. ആ ഓർഡറിൽ നിങ്ങൾ പഠിച്ചു പോവുക. ഓക്കെ. അതോടൊപ്പം തന്നെ ഇതിൻ്റെ നോട്ട്സുകൾ പരമാവധി എൻ്റെ കയ്യിലുള്ള നോട്ട്സുകളൊക്കെ ഞാൻ അതിനകത്ത് PDF അയച്ചേക്കാം. എൻ്റെ കയ്യിലുള്ള ക്ലാസ്സുകൾ മിക്കവാറും ഒരുവിധം നോട്ടുകളൊക്കെ കാണും, ചിലതൊന്നും കാണില്ല. അന്നേരം അത്തരത്തിലുള്ള നോട്ടുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കോപ്പി എടുത്തോ അല്ലെങ്കിൽ എഴുതിയെടുത്തോ ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. അത് നിങ്ങൾക്ക് ശ്രദ്ധിക്കുക. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൽ ലീനിയർ ഓൾജിബ്ര എന്ന് പറയുന്ന പേപ്പർ പഠിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ലീനിയർ ഓൾജിബ്ര എന്ന് പറയുന്ന പേപ്പർ പഠിക്കാനായിട്ട് നമുക്ക് S4 പഠിച്ച ഫസ്റ്റ് മൊഡ്യൂൾ ലീനിയർ ഓൾജിബ്ര എന്ന് പറയുന്ന മൊഡ്യൂളാണ്. ആ സാധനം നമുക്ക് ആവശ്യമുണ്ട്.
അത് കൃത്യമായി അറിഞ്ഞിരിക്കണം. അറിഞ്ഞുകൂടാത്ത ആൾക്കാരൊന്ന് റിവൈസ് ചെയ്യണം, മറന്നുപോയിട്ടുള്ള ആൾക്കാരൊന്ന് റിവൈസ് ചെയ്യണം. കാര്യം അത് നമുക്കിവിടെ കാര്യമായിട്ട് ആവശ്യമുണ്ട് ഈ പേപ്പറിൽ. ഓക്കെ, അതറിഞ്ഞാലേ നമുക്ക് ഈ പേപ്പർ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അത് കൃത്യമായിട്ടൊന്ന് പ്രധാനമായിട്ടും റെഡ്യൂസ്ഡ് എക്കലോൺ ഫോം റോ എക്കലോൺ ഫോമിലോട്ട് മാറ്റുന്നതും അതുപോലെ തന്നെ ഗോസ് ടോർ ദാൻ എലിമിനേഷൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം. അത് നമുക്ക് ഈ സബ്ജക്റ്റ് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ആവശ്യമുള്ള സാധനമാണ് ആ പഠിച്ചതെന്നുള്ളത്. ഓക്കെ, അന്നേരം അത് കാര്യമായിട്ടൊന്ന് മനസ്സിലാക്കണം. ഈ ഒരു സബ്ജക്റ്റിൽ ഉടനീളം ആ ഒരു കോൺസെപ്റ്റ് നമുക്ക് ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് അത് കൃത്യമായിട്ടൊന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, അന്നേരം ഇനി മറ്റ് എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. ഇനി വേറൊരു കാര്യം കൂടി ഒന്ന് ഓർമ്മിപ്പിക്കാം. ഈ ടെലഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ ആർക്കെങ്കിലും എല്ലാവരും കൂടി തന്നെ വാട്സപ്പിൽ മെസ്സേജ് അയക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ റിപ്ലൈ തരാനൊക്കെ താമസിക്കും. പിന്നെ ടൈമിൻ്റെ ഒരു പ്രശ്നമുണ്ട്. കാര്യം പുതിയ സിലബസാണ് 2023 അഡ്മിഷൻ. കഴിഞ്ഞ വർഷം കൊണ്ട് പഴയ സിലബസ് അവസാനിച്ചു. അന്നേരം ഈ സബ്ജക്റ്റുകളൊക്കെ പ്രിപ്പയർ ചെയ്യേണ്ട കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും ഇങ്ങനെ ലിങ്ക് ഷെയർ ചെയ്യുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒരു കോളേജിൽ ഒരാൾ ഒരു ലിങ്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് നിങ്ങളുടെ കോളേജിലെ മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഈ ഒരു ടെലഗ്രാമിൻ്റെ ലിങ്കുകളൊന്നും ഷെയർ ചെയ്ത് കൊടുക്കുക. എങ്കിൽ വളരെ ഉപകാരമായിരിക്കും. കാര്യം അത് മറ്റുള്ളവർക്ക് കൂടി കിട്ടും. കാര്യം ഓരോരുത്തർക്കും ഞാൻ പിന്നെ മെസ്സേജ് അയച്ച സമയങ്ങളെ നിൽക്കണ്ടല്ലോ. അന്നേരം അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നീടൊരു കാര്യം കൂടെ, അതായത് അഡ്മിഷൻസ് മാത്രമാണ് നമ്മൾ തുടങ്ങിയിരിക്കുന്നത്. ക്ലാസ് തുടങ്ങിയിട്ടില്ല. ക്ലാസ് ഓഗസ്റ്റ് 14-നോ 15-നോ ആയിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന. കാര്യം ഓഗസ്റ്റ് 13 ആകുമ്പോഴേ നിങ്ങളുടെ എക്സാമിനേഷൻസ് S4ൻ്റെ എക്സാമിനേഷൻ കഴിയത്തുള്ളൂ. മാറ്റിവെച്ച എക്സാമിനേഷൻ 2 ഉണ്ട്. അതും കൂടെ കഴിഞ്ഞിട്ട് തുടങ്ങുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ ചളമാവും. കാര്യമായ എക്സാമിനേഷൻ കൂടി നിങ്ങൾക്ക് നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അത്രയും ദിവസം കൂടെ ഒന്ന് നമുക്ക് ക്ഷമിക്കാം. ഞാൻ അതുകൊണ്ടാണ് അത് തുടങ്ങാത്തത്. പലരും എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. തൽക്കാലം നമ്മൾ ഈ ഡേയ്സിൽ ക്ലാസ് തുടങ്ങുന്നില്ല. അഡ്മിഷൻസ് പരമാവധി നിങ്ങൾ എടുക്കുക. കാര്യം അവസാന നിമിഷം പരീക്ഷ തീർന്ന ഉടനെ അഡ്മിഷൻ എടുക്കുമ്പോൾ എല്ലാവരും കൂടെ അഡ്മിഷൻ എടുക്കുമ്പോഴത്തേക്ക് നല്ല തിരക്കായിരിക്കും. കാര്യം ആ സമയത്ത് എനിക്ക് പെട്ടെന്ന് ഓരോരുത്തരെ ക്ലാസ് റൂമിൽ ആഡ് ചെയ്യാനും ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും, ഡിലേ വരും. അതുകൊണ്ട് പരമാവധി ഇന്ന് തൊട്ട് തന്നെ അഡ്മിഷൻ എടുക്കാനുള്ളവർ പരമാവധി അഡ്മിഷൻ എടുക്കുക. ഓക്കെ, അന്നേരം എത്രയും പെട്ടെന്ന് അഡ്മിഷൻ എടുക്കാനുള്ളവർ അഡ്മിഷൻ എടുക്കുക. മറ്റ് എന്തെങ്കിലും കാര്യങ്ങളോ ഒക്കെ അറിയാനുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ്. എൻ്റെ നമ്പർ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ വാട്സപ്പ് നമ്പറാണ്. കോൺടാക്ട് ചെയ്താൽ മതി. ഡൗട്ട്സുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു.